നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5 ആസനങ്ങളെ പറ്റിയാണ്. താടാസനം, കടിയുത്താനാസനം, മേരുവക്രാസനം, ഭുജംഗാസനം, ശലഭാസനം. ഇത് ചെയ്യുന്നത് എങ്ങനെയെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് താടാസനം. താടാസനം തന്നെ 2 വിധമുണ്ട്. അതിൽ ആദ്യത്തേത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിനായി 2 കാലുകളും ചേർത്ത് വെച്ച് നിവർന്നു നിൽക്കുക. കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശത്തും ചേർത്ത് വെക്കേണ്ടതാണ്. ഇനി സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കൈകളും കാലുകളുടെ 2ൻ്റെയും ഉപ്പൂറ്റിയും ഉയർത്തിക്കൊണ്ടുവരികയും അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും താഴ്ത്തുന്നതോടൊപ്പം കാലുകളുടെ ഉപ്പൂറ്റികൾ താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉപ്പൂറ്റിയും മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തിക്കൊണ്ട് വരികയാണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 2 കൈകളും ഉയർത്തുന്നതോടൊപ്പം തന്നെ കാലുകളുടെ ഉപ്പൂറ്റിയും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അങ്ങനെയുള്ള കേസിൽ മാത്രം അവർ ഒരാഴ്ചത്തേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കൈകളും മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്താൽ മതിയാകും. അല്ലാതെ ആദ്യമേ തന്നെ ഇങ്ങനെ കയറി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ബാലൻസ് കിട്ടാതെ വന്നേക്കാം. ഇതേ രീതിയിൽ ഒരു 8 or 10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇനി ഈ ആസനം ചെയ്യുന്നത് മൂലം നട്ടെല്ല്, അരക്കെട്ട്, പുറത്തെ പേശികൾ, വാരിയെല്ല്, കൈകാലുകളിലെ പേശികൾ എന്നിവയ്ക്ക് നല്ല രീതിയിലുള്ള ഉത്തേജനം ലഭിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു. മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു താടാസനം തന്നെ 2 വിധമുണ്ടെന്ന്. ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായി 2 കാലുകളും ചേർത്ത് വെച്ച് നിവർന്നു നിൽക്കുക. ഇനി സാവധാനം 2 കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് വിരലുകൾ തമ്മിൽ കോർത്തു പിടിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും മുകളിൽ വന്ന ശേഷം 2 കൈകളുടെയും ഉള്ളം കൈകൾ പുറത്തേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കണം വരുന്നത്. ഈ സമയം 2 കൈകളും ചെവികളോട് ചേർന്നിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നിലയിൽ നിന്ന് സാവധാനം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യണം. ഇതേ രീതിയും ഒരു 3 or 4 തവണ കൂടി ആവർത്തിക്കുക. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കൈകളും കോർത്തു പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയും ആ നിലയിൽ നിന്ന് സാവധാനം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്ത ശേഷം 2 കൈകളും താഴ്ത്തിക്കൊണ്ട് വരിക. വീണ്ടും ഇതേപോലെ തന്നെ 3 or 4 തവണ കൂടി ആവർത്തിക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നത് മൂലം ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിൽ വികാസം ലഭിക്കുന്നതിന് സഹായിക്കുന്നു. അടുത്തതായി കടിയുദ്ധാനാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായി 2 കാലുകളും നീട്ടിവെച്ച് നിവർന്നിരിക്കുക. അതിനുശേഷം 2 കാലുകളും ഏകദേശം 1.5 അടിയോളം അകലം വരുന്ന രീതിയിൽ അകത്തി വെച്ച് മലർന്നു കിടക്കുക. കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശത്തും തറയിൽ പതിച്ചും വയ്ക്കേണ്ടതാണ്. ഇനി സാവധാനം 2 കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗത്തോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ട് മുകളിലേക്ക് കഴിയുന്നത്ര ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതേ രീതിയിൽ ഒരു 8 or 10 തവണ ആവർത്തിക്കാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നത് മൂലം തുടയിലെയും അരക്കെട്ടിലെയും മാംസപേശികളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിന് സഹായിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഉത്തേജനത്തിന് നല്ല രീതിയിൽ സഹായകമാകുന്ന ഒരു ആസനമാണിത്. ഹൃദയത്തിനും ശ്വാസകോശത്തിനും നല്ല രീതിയിലുള്ള വികാസം ലഭിക്കുന്നത് മൂലം ആസ്മ രോഗത്തിന് വളരെയധികം ശമനം കാണാനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു. ഇനി അടുത്തതായി മേരുവക്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ആസനം ചെയ്യുന്നതിനായി 2 കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക. അതിനുശേഷം 2 കൈകളുടെയും വിരലുകൾ കോർത്തു പിടിച്ച് കഴുത്തിന് പുറകിൽ വരുന്ന രീതിയിൽ തറയിൽ പതിച്ചും വെക്കേണ്ടതാണ്. അതിനുശേഷം 2 കാലുകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ടുവന്ന്
കാൽപാദം രണ്ടും തറയിൽ പതിച്ചും പൃഷ്ഠഭാഗത്തോട് ചേർത്തും വെക്കേണ്ടതാണ്. ഈ നിലയിൽ നിന്ന് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് ഇരു കാലുകളും ചെരിച്ചുകൊണ്ട് വന്ന് വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യണം. ഇനി സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും നിവർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് ഇതേ രീതിയിൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് തറയിൽ കാലുകൾ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ നിന്ന് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ചെരിക്കുകയും ചെയ്യണം. ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നേരെ കാലുകൾ കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിലേക്ക് ചെരിക്കുകയും ഈ രീതിയിൽ ഇരുവശങ്ങളിലേക്ക് മാറി മാറി ഒരു 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഈ ആസനം ചെയ്യുന്നത് മൂലം സെർവിക്കൽ സ്പോണ്ടിലോസിസിന് വളരെയധികം ഗുണം ചെയ്യുന്നു. അരക്കെട്ടിന് നല്ല രീതിയിൽ ശക്തി ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ആസനമാണിത്. അതേപോലെ തന്നെ കഴുത്തിൻ്റെയും പുറത്തെയും കശേരുക്കൾക്കും പേശികൾക്കും ഒക്കെ നല്ല രീതിയിൽ അയവും ബലവും ലഭിക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു. അടുത്തതായി ഭുജംഗാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്ന് കിടക്കുക. കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശത്തും ചേർത്ത് മലർത്തിയും വെക്കേണ്ടതാണ്. ഇനി ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് തോളുകൾക്ക് വശങ്ങളിലായി തറയിൽ ഉറപ്പിച്ചു കുത്തുകയും ഈ നിലയിൽ നിന്ന് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തിക്കൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ഒരു 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഇരു കൈകളുടെയും മുട്ടുകൾ നിവർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അൾസർ, ഹെർണിയ എന്നീ രോഗങ്ങളുള്ളവർ ഈ ആസനം ചെയ്യാൻ പാടില്ല. ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിൽ വികാസം ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആസ്മ രോഗത്തിന് വളരെയധികം ശമനം കാണാൻ ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു. ഇത് ചെയ്യുന്നത് മൂലം അടിവയർ ഒതുങ്ങിക്കിട്ടുന്നതിന് സഹായിക്കുന്നു. ദഹന പ്രക്രിയകൾ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നെഞ്ചരിച്ചിലിനും പുളിച്ചു തികട്ടലിനും നല്ല രീതിയിൽ ശമനം കാണുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു. ഇനി അടുത്തതായി ശലഭാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക. കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശത്തും ചേർത്ത് പതിച്ചു വെക്കേണ്ടതാണ്. ഇരു കൈകളുടെയും വിരലുകൾ ചുരുട്ടിപ്പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ ഏകദേശം ഒരു 45 ഡിഗ്രി വരുന്ന രീതിയിൽ ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യണം. ഇതേപോലെ തന്നെ ഇടതുകാലും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യണം. കാലുകൾ ഉയർത്തുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിടുമ്പോഴായിരിക്കണം കാലുകൾ താഴെ തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ മാറി മാറി ഇരു കാലുകളും ഒരു 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിനെ അർദ്ധശലഭാസനം എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായി ശലഭാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം നമ്മൾ അർദ്ധശലഭാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞതുപോലെ തന്നെ ശലഭാസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്ന് കിടക്കുക. അതിനുശേഷം ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈകൾ വേണമെന്നുണ്ടെങ്കിൽ നിവർത്തി കാലുകളുടെ തുടകൾ കടിയിൽ വരുന്ന രീതിയിൽ വെക്കാവുന്നതാണ്. അങ്ങനെ വെക്കുമ്പോൾ കാലുകൾ ഉയർത്തിക്കൊണ്ട് വരാൻ നമുക്ക് ഒന്നും കൂടി ഒരു സഹായകമാകും. ഇനി സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യണം. ഇതേ രീതിയിൽ ഒരു 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ആദ്യമായി ചെയ്യുന്നവർ ആദ്യ ഒരാഴ്ചത്തേക്ക് ഓരോ കാലുകളും മാറി മാറി ഉയർത്തി ചെയ്തതിന് ശേഷം മാത്രം അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഇരു കാലുകളും ഒന്നിച്ചുയർത്തി ചെയ്യാൻ ശ്രമിച്ചാൽ മതിയാകും. ഇത് ചെയ്യുമ്പോൾ ഉയർത്തിക്കൊണ്ട് വരുന്ന സമയം കാലുകളുടെ മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹൃദ്രോഗം, ഹെർണിയ, അൾസർ, കഴുത്തിന് വേദന എന്നീ അസുഖങ്ങളുള്ളവർ ഈ ആസനം ചെയ്യരുത്. ഇത് ചെയ്യുന്നത് മൂലം അടിവയർ കുറയാൻ നല്ല രീതിയിൽ സഹായിക്കുന്നു. നടുവേദനയ്ക്ക് നല്ല രീതിയിൽ ശമനം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ആസനമാണിത്. അതേപോലെ ഈ ആസനം ചെയ്യുന്നത് മൂലം തുടകൾക്ക് അമിതമായി ഉണ്ടാകുന്ന വണ്ണം കുറയുന്നതിന് സഹായിക്കുന്നു. ഗ്യാസ് ട്രബിൾ, പുളിച്ചു തികട്ടൽ,
നെഞ്ചരിച്ചിൽ എന്നിവയ്ക്ക് ശമനം കാണാനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു. ശവാസനം. ഇത് ചെയ്യുന്നതിനായി ഇരുകാലുകളും നീട്ടിവെച്ച് മലർന്നു കിടക്കുക. കാലുകൾ രണ്ടും തമ്മിൽ ഏകദേശം 1.5 അടിയുടെ അകലമുണ്ടായിരിക്കണം. അതേപോലെ ഇരു കൈകളും ശരീരത്തിൽ നിന്ന് ഏകദേശം 5 ഇഞ്ച് അകലം വരുന്ന രീതിയിൽ മലർത്തി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇരു കണ്ണുകളും അടച്ചു വയ്ക്കുകയും ചെയ്യണം. ഈ നിലയിൽ കാലുകളുടെ പെരുവിരലുകൾ മുതൽ തല വരെയുള്ള എല്ലാ ഭാഗങ്ങളും മനസ്സിൽ കാണുകയും അതെല്ലാം വിശ്രമിക്കുന്നതായി സങ്കല്പിക്കുകയും ചെയ്യുക. ഈ സമയം ശരീരത്തിൽ യാതൊരു ചലനങ്ങളും പാടില്ല. ഈ അവസ്ഥയിൽ സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ്. ശ്വാസത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ കൊടുക്കേണ്ടത്. ഈ ഒരവസ്ഥയിൽ പറ്റുന്നത്ര സമയം തുടരാൻ ശ്രമിക്കുക. ഇത് ചെയ്യുന്നത് മൂലം ശരീരത്തിനും മനസ്സിനും പൂർണ്ണമായ വിശ്രമം കിട്ടാൻ വളരെയധികം സഹായിക്കുന്നു. രക്തസമ്മർദ്ദത്തിന് വളരെയധികം ഫലപ്രദമായ ഒന്നാണ് ശവാസനം. ഹൃദയം, ശ്വാസകോശം, കരൾ മുതലായ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം ശാന്തമായും വളരെ ഭംഗിയായും നടക്കുന്നതിന് സഹായിക്കുന്നു. താടാസനം, കടിയുത്ഥാനാസനം, മേരുവക്രാസനം, ഭുജംഗാസനം, ശലഭാസനം എന്നീ 5 ആസനങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായും പരിശീലിച്ചത്. ഓരോ ആസനങ്ങളും അവനവന് എത്രത്തോളം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്താൽ മതിയാകും. ഭുജംഗാസനം ചെയ്യുമ്പോൾ അൾസർ, ഹെർണിയ എന്നീ രോഗങ്ങളുള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ശലഭാസനം ചെയ്യുമ്പോഴും ഹൃദ്രോഗം, ഹെർണിയ, അൾസർ, കഴുത്തിന് വേദന എന്നീ അസുഖങ്ങളുള്ളവർ ഈ ആസനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ പറഞ്ഞ ഓരോ ആസനങ്ങളും ചെയ്യുന്നത് എങ്ങനെയെന്നും അത് ഓരോന്നും ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആസനങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.